ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വേഗം വരുന്നവനായ ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ഒരു നല്ല ദിവസത്തിന്റെ സന്ധ്യയുടെ സമയത്ത് അല്പനിമിഷം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നാം ഏറെ വായിച്ചിട്ടുള്ളതും അനേക തവണ അനേകരുടെ പ്രസംഗ വിഷയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതുമായ ഒരു സംഭവമാണ് അവിടെ നാം കാണുന്നത്. മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു എരീഹോവിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചതായ ഒരു വ്യക്തിയുടെ കഥയാണ് അവിടെ. മറ്റാരുടെയുമല്ല, സക്കായിയുടെ കഥ. കർത്താവായ യേശു ക്രിസ്തു എരിഹോവിലേക്ക് കടന്നു വരുമ്പോൾ അനേക ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്നു. പാപികളും രോഗികളും ദരിദ്രരുമായ അനേക സാധാരണ മനുഷ്യർ. അവർ കർത്താവിനെ തിക്കിത്തിരക്കി കർത്താവിന്റെ ചുറ്റിനും കൂടെ കടന്നു വരുമ്പോൾ ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ സക്കായി. ഈ സക്കായിക്ക് കർത്താവിനെ ഒന്ന് അടുത്ത് ചെന്ന് കാണണമെന്ന് ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധിച്ചില്ല. മറ്റൊന്നുമായിരുന്നില്ല, ഈ സക്കായി എന്ന് പറയുന്നതായ മനുഷ്യൻ സാമൂഹികമായി ഏറെ വെറുക്കപ്പെട്ടവനായ ഒരു മനുഷ്യനായിരുന്നു. കാരണം അദ്ദേഹം ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. എരിഹോവിൽ ചുങ്കം പിരിക്കുന്നവരുടെ തലവനായ ഈ മനുഷ്യൻ, സമൂഹം അദ്ദേഹത്തെ ഏറെ ദുഷിച്ചിരുന്നു. കാരണം അന്ന് ഈ ചുങ്കം പിരിക്കുന്നതൊക്കെയും ആ ചുങ്കം പിരിക്കുന്നതായ ആളിൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അയാളുടെ തലയിൽ ഉദിക്കുന്നതായ തുകകളായിരുന്നു ഈ പാവങ്ങളായ മനുഷ്യരിൽ നിന്ന് പിരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറെ ധനങ്ങൾ സമ്പാദിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ സക്കായി. അതുകൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ സക്കായിക്ക് സ്വയം ഒരല്പം ജാള്യത തോന്നി എന്ന് തന്നെ പറയാം. അതായിരിക്കാം ഒരു പക്ഷേ ആ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് കടന്നു എന്ന് കർത്താവിനെ കാണുവാൻ സക്കായിയെ അനുവദിക്കാതിരുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ശാരീരികമായി മറ്റൊരു ബലഹീനത ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യരിൽ നിന്നും അല്പം ഉയരം കുറവായിരുന്നു സക്കായിക്ക്. തിക്കിത്തിരക്കുന്നതായ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് കടന്നു എന്ന് ആ ജനക്കൂട്ടത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് കർത്താവിനെ കാണുവാൻ സക്കായിയെ തൻ്റെ ശാരീരികമായ ബലഹീനതയും അനുവദിച്ചില്ല. ഈ സക്കായി പിന്നെ ചെയ്തതെന്താണെന്നറിയാമോ? മുൻപോട്ട് വേഗത്തിൽ ഓടിച്ചെന്ന് അടുത്ത് കണ്ടതായ ഒരു കാട്ടത്തിയുടെ വൃക്ഷത്തിന്മേൽ വലിഞ്ഞു കയറി. അവിടെ എഴുതിയിരിക്കുന്നത് ഏറെ ബന്ധപ്പെട്ട് എന്നാണ്. ഏറെ ബന്ധപ്പെട്ടെന്ന് പറയുവാൻ 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കാട്ടത്തി എന്ന് പറയുന്നതായ വൃക്ഷം ഏറെ പരുക്കൻ തൊലിയോട് കൂടിയ ഒരു മരമായിരുന്നു. ഒരു സാധാരണ മനുഷ്യന് പോലും അതിൽ കയറുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ കർത്താവിനെ കാണുവാൻ തൻ്റെ ഉള്ളിലുണ്ടായ അതിയായ ആഗ്രഹത്താൽ സക്കായി ആ ബുദ്ധിമുട്ടുകളെ ഒന്നും വകവെക്കാതെ അതിലേക്ക് വലിഞ്ഞു കയറി. കളരം കുറവുള്ള മനുഷ്യൻ, പരുപരുക്കനായ തൊലിയോട് കൂടിയ വൃക്ഷം. എന്നാൽ ഇതൊന്നും കർത്താവിനെ കാണുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് സക്കായിയെ പിന്നോട്ട് മാറ്റിയില്ല. അങ്ങനെ ഏറെ ബന്ധപ്പെട്ട് ഈ വൃക്ഷത്തിന്മേൽ കയറിയിരുന്നതായ സക്കായി ആ ഇലകളുടെയൊക്കെ ഇടയിൽ ഒളിഞ്ഞിരുന്ന്, സക്കായിക്ക് കർത്താവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒളിഞ്ഞിരുന്ന് കർത്താവിനെ കാണുന്നു. എന്നാൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. തന്നെ ആരും കാണുന്നില്ല എന്ന് കരുതി ഇരുന്ന സക്കായി ആ സക്കായിയുടെ അടുത്ത് വന്നു നിന്നിട്ട് കർത്താവ് സക്കായിയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. നാം ചെയ്യുന്ന ചില പ്രവർത്തികൾ, നാം ആയിരിക്കുന്ന ചില സ്ഥലങ്ങൾ, ചില അവസ്ഥകൾ, നാം വിചാരിക്കും ഇതൊന്നും ആരും കാണുന്നില്ലെന്ന്. എന്നാൽ ഇതൊക്കെയും കാണുന്നവനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നില്ലേ? പലപ്പോഴും നാം കേൾക്കാതെ പോകുന്നതല്ലേ പ്രിയമുള്ളവരെ? ഇവിടെ സക്കായിയുടെ അടുത്ത് വന്നു നിന്നിട്ട് ക്രിസ്തു സക്കായിയെ വിളിക്കുകയാണ്. സക്കായിയെ വിളിച്ചിട്ട് മറ്റൊന്നുമല്ല പറയുന്നത്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, എനിക്കിന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ കഴിയേണ്ടതാകുന്നുവെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ, എത്ര വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് അവിടെ. ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവമല്ലേ അവിടെ നാം കാണുന്നത്. പാപിയായ ഒരു മനുഷ്യൻ, ജനങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, ശാരീരികമായ കുറവുകളുള്ളവൻ, ഇവൻ ചെയ്തത് ഒന്നു മാത്രം, ക്രിസ്തുവിനെ നേരിലൊന്ന് കാണുക,
അവൻ എന്താണെന്ന് അറിയുക. ഈ ഒരു ആഗ്രഹത്തോടു കൂടി ആ വൃക്ഷത്തിൻ്റെ ഇലകൾക്കിടയിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ ക്രിസ്തു അവനെ വിളിച്ചിറക്കി അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതായ കാഴ്ച. ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കർത്താവ് വിളിച്ച് ആ വിളി കേട്ട് ഇറങ്ങി വരുന്നവനായ സക്കായി, അവൻ ഇറങ്ങി വന്നിട്ട് ചെയ്തതെന്താണ്? സന്തോഷത്തോടെ. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സക്കായി വൃക്ഷത്തിന്മേൽ നിന്ന് ബന്ധപ്പെട്ട് ഇറങ്ങി താഴെ വന്ന് കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ആ പാപി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വലിയ ഒരു സ്നേഹിതൻ എന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ഒരൊറ്റ വാക്ക് മാത്രം മതിയായിരുന്നു. നീ ഇറങ്ങി വരിക, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇറങ്ങി വരുക എന്നുള്ള ക്രിസ്തുവിൻ്റെ വിളി കേട്ട് താൻ ആയിരുന്ന അവസ്ഥകളെ ഒക്കെ മറന്നിട്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം വരെ ഞാൻ ആരായിരുന്നു എന്നുള്ളതൊക്കെ മറന്ന് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ സക്കായി, ആ ഇറങ്ങിച്ചെന്നതിന് ശേഷം കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ അതുവരെ ക്രിസ്തുവിൻ്റെ ചുറ്റും നിന്നിരുന്നതായ ജനസമൂഹം കർത്താവിനെ നേരെ പിറുപിറുക്കുവാൻ തുടങ്ങി. അവർ പിറുപിറുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, നോക്കിയേ, അവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പാർക്കുവാൻ പോകുന്നു. ക്രിസ്തുവിൻ്റെ ലേബല് അവിടെ അങ്ങ് മാറുകയാണ്. അവൻ ആരുടെ കൂടെയാണ് പാർക്കാൻ പോകുന്നത്? പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ. ഒന്നാലോചിച്ച് നോക്കണം, അതുവരെ ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി നിന്നതായ ജനസമൂഹം, പാപികളായ മനുഷ്യർ, രോഗികളായവർ, ദരിദ്രരായവർ, ബലഹീനരായ മനുഷ്യർ, ആരോരുമില്ലാത്തവർ, അനാഥരായവർ, ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ട് ക്രിസ്തു ഒരു പാപിയായ മനുഷ്യനെ ഏറ്റെടുത്തപ്പോൾ ക്രിസ്തുവിൻ്റെ കുറവല്ലായിരുന്നു അവിടെ. ക്രിസ്തു ആരെ ഏറ്റെടുത്തോ ആ മനുഷ്യൻ്റെ ബലഹീനതകൾ മൂലം ക്രിസ്തുവിൻ്റെ നാമം അവിടെ ദുഷിക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചില പ്രവർത്തികൾ, നാം ഇപ്പോഴും ആ കാട്ടത്തിയുടെ മുകളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുവാൻ സാധിക്കുന്നുണ്ടോ? ഞാനെന്ന വ്യക്തി, എൻ്റെ സമ്പാദ്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പേര്, എൻ്റെ പൂർവികരുടെ സമ്പാദ്യങ്ങൾ, ഞാനെന്ന വ്യക്തിത്വം, കുറേ സ്ഥാനമാനങ്ങളുണ്ട്. ഈ സ്ഥാനമാനങ്ങളൊക്കെ ഒരു കാട്ടത്തിയല്ലേ? നമ്മളിപ്പോഴും അതിൻ്റെ മുകളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ക്രിസ്തു എന്താണെന്ന് അറിയുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ക്രിസ്തുവിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ സക്കായിയെ പോലെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം ദുഷിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, തൻ്റെ പ്രവൃത്തി മൂലം അതുവരെ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന ജനസമൂഹം ക്രിസ്തുവിനെ ദുഷിക്കുവാൻ തുടങ്ങിയപ്പോൾ പാപിയായ ഒരു മനുഷ്യൻ പശ്ചാത്താപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സക്കായി ഉടനെ ചെയ്തതെന്താണ്? അവിടെ നിന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവിനോട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഈ സക്കായി. കർത്താവേ, അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ഇന്ന് വരെ സമ്പാദിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും പാതി, പാതി ഞാൻ ദരിദ്രരായവർക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ സക്കായി ഇവിടെ ഇങ്ങനെ ആ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറയുവാൻ ഇടയായി തീർന്നത്? മറ്റൊന്നും കൊണ്ടല്ല. നാം അല്പം മുമ്പ് ചിന്തിച്ചതുപോലെ എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ ഏതെങ്കിലും രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അതുവരെ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് ഒരു സമൂഹം ക്രിസ്തുവിന് നേരെ പിറുപിറുക്കുവാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഞാനെന്ന വ്യക്തി ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഉപവാസം കൊണ്ട് ഒന്നിനും ഒരു പ്രയോജനമില്ലാതായി പോരും. നാം ഇപ്പോഴും ആ കാട്ടത്തിയുടെ ആ കൊമ്പിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ തയ്യാറാകണം. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഇതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വേറൊരു ചുങ്കക്കാരനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ 18-ന്റെ 13 പ്രാർത്ഥിക്കുവാൻ പോയതായ ചുങ്കക്കാരൻ, പരീക്ഷനും ചുങ്കക്കാരനും. അവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു.
ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവരായി തീരാം നാം ഓരോരുത്തരും. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ വാക്കുകൾ എല്ലായിടത്തും എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ എൻ്റെ രക്ഷിതാവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കൊരു ഏറ്റുപറച്ചിലിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്കൊക്കെയും ഏറ്റുപറയാം, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഈ സമൂഹത്തോടെ നമുക്ക് ഏറ്റുപറയാം, എൻ്റെ കുറവുകളെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ നമുക്കൊരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോൾ ക്രിസ്തു നൽകുന്നതായ ഒരു വാഗ്ദാനമുണ്ട്. അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഇന്ന് ഈ ഭവനത്തിന് ജീവൻ വന്നു എന്നാണ്. ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ നമ്മുടെ ഭവനത്തിന്, നമ്മുടെ കുടുംബ ജീവിതത്തിന്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് എല്ലായിടത്തും രക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാകുവാൻ, ഒരു ജീവൻ വെക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരു ഏറ്റുപറച്ചിലിന് മുഖാന്തരമായി തീരുമെങ്കിൽ നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ നമുക്കൊന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞുകൂടെ പ്രിയമുള്ളവരെ? എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വന്നു പോയിരിക്കുന്ന കുറവുകൾ, എൻ്റെ ചിന്തകളിൽ ഞാൻ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിന് ഞാൻ മുഖാന്തരം ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചെറിയൊരു വാക്കുകൊണ്ട് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അവരോടൊക്കെ നമുക്കൊന്ന് നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു രക്ഷ വരുത്തുവാൻ, ഒരു ജീവൻ വരുത്തുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുന്നതായ ഒരു വ്യക്തിയായി തീരുവാൻ ഈ രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം മറ്റൊന്നുമില്ല. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ക്രിസ്തു പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന്. ക്രിസ്തുവാകുന്ന മനുഷ്യപുത്രൻ കാൽവരിക്കുന്നിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞ് വലിയ ബലിയായി തീർന്നതായ ക്രിസ്തു കാണാതെ പോയ എന്നെയും നിങ്ങളെയും തേടി തന്നെയാണ് പ്രിയമുള്ളവരെ വന്നത്. ഒന്ന് ചേർന്ന് നിന്ന് കൊടുക്കാം. ആ വിളിയൊച്ച ഒന്ന് കേൾക്കുമ്പോൾ ഇറങ്ങിച്ചെന്ന്, കർത്താവെ, ഞാനിതാ വന്നിരിക്കുന്നു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്നൊന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് ചേർത്ത് വെക്കാം. നമ്മുടെ കുടുംബത്തിന് രക്ഷയായിത്തീരും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് രക്ഷയായിത്തീരും, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും, നാം ആയിരിക്കുന്ന സമൂഹം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. അതിന് യാതൊരു സംശയമില്ല പ്രിയമുള്ളവരെ. കാരണം ക്രിസ്തു വന്നിരിക്കുന്നത് കാണാതെ പോയ എന്നെയും നിങ്ങളെയും തേടി തന്നെയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.